അതും ആര്യൻ സുപ്രമസി, രക്തശുദ്ധിവാദം എന്നൊക്കെ വംശീയ വെറുപ്പ് തന്നെയാണ്. ചരിത്രത്തിലെ ഏകാധിപതികളുടെ മരണവ്യാപാരികളുടെ മുൻഗാമി. ലോകമുള്ള കാലത്തോളം ശപിക്കപ്പെട്ടവൻ, വെറുക്കപ്പെട്ടവൻ ഹിറ്റ്ലർ വംശഹത്യയുടെ ഹോളോകാസ്റ്റിന്റെ ആദ്യ നാളുകളിൽ വിളിക്കുന്നുണ്ട്. ജർമ്മനിയിലെ ജൂതന്മാർ ഇത്തിൽ കണ്ണികൾ പോലെ പടർന്നു കയറുന്ന കണ്ണിങ് പാരസൈറ്റ്സ്, രോഗാണുക്കളെന്നാണ്. ദയാരഹിതം കൊന്നൊടുക്കേണ്ട പരാതങ്ങളെന്നാണ്. അതിനു മുന്നേ തന്നെ ന്യൂറംബർഗ് നിയമങ്ങൾ ജൂതന്മാരുടെ പൗരത്വം ഇല്ലാതാക്കൽ, ആരാധനാലയങ്ങൾ ആക്രമിക്കൽ, മതസ്വാതന്ത്ര്യം നിഷേധിക്കൽ, വ്യാജങ്ങൾ പറഞ്ഞ് വെറുക്കപ്പെട്ടവരാക്കൽ, കള്ളക്കേസിൽ കൂട്ടത്തോടെ അഴിക്കുള്ളിലാക്കൽ, അങ്ങനെ ആ ജനോസൈഡ് പ്ലാനിംഗ് നേരത്തെ തുടങ്ങിയതുമാണ്. തുടർച്ചയിൽ കുപ്രസിദ്ധമായ ദ ഫൈനൽ സൊല്യൂഷൻ. ഓഷ്വിറ്റ്സും ട്രെബ്ലിംഗയും ബെൽസക്കും ഗ്യാസ് ചേമ്പറുകൾ നരകവാതിലുകളായി. പേപ്പട്ടികൾ കണക്കെ തെരുവിലുടനീളം വേട്ടയാടപ്പെട്ട ജൂതർ ഗെറ്റോകളിൽ പട്ടിണി കിടന്ന് വിഷവാതകം ശ്വസിച്ച് വെടിയേറ്റ് കൂട്ടത്തോടെ മരിച്ചൊടുങ്ങി. 60 ലക്ഷമെന്നാണ് കണക്ക്. ഏഞ്ചൽ ഓഫ് ഡെത്ത്, മരണത്തിന്റെ മാലാഖ എന്നറിയപ്പെട്ട ഡോക്ടർ ജോസഫ് മാംഗൽസിന് കമ്പും കുഞ്ഞുങ്ങളിൽ. ഇരട്ടക്കുട്ടികളെ പച്ചയ്ക്ക് തുന്നിക്കെട്ടി സയാമീസ് ആക്കാമോ എന്ന ഭ്രാന്തൻ പരീക്ഷണങ്ങൾ. ജീവനോടെ കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജിൽ മരവിപ്പിക്കൽ, കൊന്നുകളയൽ. അങ്ങനെ ജൂത ശവക്കൂനുകളുടെ നൂറ്റാണ്ടാണ് ഹിറ്റ്ലറുടെ കാലമെങ്കിൽ അന്ന് ലോകത്തെല്ലാവരാലും ആട്ടിയോടിക്കപ്പെട്ട ഇരകളുടെ പിന്മുറ ഇസ്രയേൽ, ഈ നൂറ്റാണ്ടിന്റെ വേട്ടക്കാരൻ നിയോ നാസി. ഗാസയിൽ നടക്കുന്നത് അതിലും ഭീകരമായ അഗ്നിവർഷം. കൊല്ലപ്പെട്ട 66,000 മനുഷ്യരിൽ 20,000 കുഞ്ഞുങ്ങളിൽ ആയിരക്കണക്കിനാണ് 1 വയസ്സ് പോലും പ്രായമില്ലാത്ത കുഞ്ഞുങ്ങൾ. നമ്മൾ നമ്മുടെ കാലത്ത് കാണുന്ന ലക്ഷണമൊത്ത ജനോസൈഡാണ് വംശഹത്യ. Our enemies hate all with equal venom. They want to back the modern ഒഴിഞ്ഞ കസേരകളാണ്. അങ്ങനെ ആ ബങ്കറിനകത്ത് നാണം കെട്ട ആത്മഹത്യയിൽ ചത്തൊടുങ്ങിപ്പോയ ഹിറ്റ്ലർ എങ്ങനെ ലോകത്തിന് വെറുക്കപ്പെട്ടവനായോ അതേ വഴിയിൽ തന്നെയാണ് ആധുനിക വംശഹത്യാ തലവന്റെയും യാത്ര. ബാക്കിയൊക്കെ പോട്ടെ. ചോരയിൽ മുങ്ങിയ കുരുന്നു ശരീരങ്ങളും അതുകണ്ട് കരയുന്ന അമ്മമാരെയും കണ്ട് ആനന്ദിക്കുന്നവർ. ഓട്ടിസം ബാധിച്ച ബാലനെ പട്ടാള നായ്ക്കളെ വിട്ട് കടിച്ചു കയറിക്കൊല്ലുന്ന ക്രൂരത കണ്ട് ഇസ്രയേലിന് ജയ് വിളിക്കുന്നവർ. ഗാസ വംശഹത്യയ്ക്ക് കൈയടിക്കുന്നവരുടെ അപ്പനപ്പൊപ്പന്മാർ, പ്രപിതാക്കൾ അന്ന് ജൂത വംശഹത്യയ്ക്കും കൈയടിച്ചവരാണ്. വംശശുദ്ധി എന്ന അധമന്യായത്തിൽ കെട്ടിപ്പൊക്കിയ ഭ്രാന്തൻ ജർമ്മൻ ദേശീയത ഊർജ്ജമായി എടുത്തവരാണ്. ഹിറ്റ്ലറുടെ ദാസ്യന്മാരെ പോലെ ആരാധകരായവരാണ്. കോശങ്ങളിൽ വെറുപ്പ് നിറച്ചവരാണ്. മനസ്സാക്ഷി മരവിച്ചവരാണ്. മനുഷ്യവിരുദ്ധരാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.